ഈ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുകയാ. എന്തുകൊണ്ട് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവിടെ പറഞ്ഞില്ലോ, ചെറുപ്പക്കാരോ പൊന്നാനിയിൽ നിന്ന് വന്ന ചെറുപ്പക്കാർ ഈ കൂട്ടത്തിലുണ്ട്. എന്റെ നാടായ വാണിയന്നൂരിൽ നിന്ന് വന്ന ചെറുപ്പക്കാർ ഞാൻ കാണുന്നുണ്ട്. മഞ്ചേരിയിൽ നിന്ന് വന്ന ആളുകളുണ്ട്. എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് നൗസാദ് ബാക്കവിയുടെ പ്രഭാഷണത്തിന് 10,000 ഒരുമിച്ച് കൂടുമ്പോ, പാവപ്പെട്ട എന്നെ പോലെയുള്ളവരുടെ പ്രഭാഷണത്തിന് 1000 ഒരുമിച്ച് കൂടുമ്പോ അത് ആർക്ക് എത്ര കൊടുക്കണമെന്നത് അള്ളാഹുവിന്റെ അധികാരമാണ്. അതിന്റെ ഒന്നും പേരിൽ ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ ആരും തന്നെ അസൂയ ഉണ്ടാക്കാൻ ശ്രമിക്കല്ല. എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് നൗസാദ് ബാക്കവിയുടെ പ്രഭാഷണത്തിന് എന്റെ പ്രഭാഷണത്തിനുള്ളതിനേക്കാൾ ആളുകൾ ഒരുമിച്ച് കൂടുന്നത് കണ്ടാൽ എനിക്ക് അസൂയ തോന്നിയാൽ ഞാൻ എടുക്കുന്നത് ദീനീ ദഅവയല്ല. ദീന് പറയാനാ ഞങ്ങളൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. അള്ളാഹു ഞങ്ങളെ പോലത്തവർക്ക് ദീന് പറയാനുള്ള ആഫിയത്തും ഇഖ്ലാസും തരട്ടെ. എന്നാൽ ചെറുപ്പക്കാരാ, നിങ്ങളുടെ പണി എന്താ? ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ദീന് പറയാൻ ഇങ്ങനെ അവസരം തരുന്നതിന് പുറമെ ഇവിടെ ഇരുന്ന് കിട്ടുന്ന നാണയത്തുണ്ടുകളില്ലേ, അല്ലാ പാവപ്പെട്ട ചെറ്റപ്പുരകളിൽ അതാ ഒരു നേരത്തെ വിശപ്പടക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന പെങ്ങന്മാരില്ല. 2 കിഡ്നിയും നഷ്ടപ്പെട്ടുകൊണ്ട് വെള്ളമിറക്കാൻ കഴിയാത്ത ചെറുപ്പക്കാരില്ല. ക്യാൻസറിന്റെ മുളകൊണ്ട് ചീഞ്ഞൊലിക്കുന്ന ചെറുപ്പക്കാരില്ല. അവർക്കൊക്കെ ഒരു സഹായത്തിന് വേണ്ടി അൽഹംദുലില്ലാഹ് ഈ ചെറുപ്പക്കാർ പരിശ്രമിച്ചു.